ഇടിയപ്പം വളരെ ഈസി ആയിട്ടും വളരെ സോഫ്റ്റായിട്ടും എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വറുത്ത അരിപ്പൊടി, ഇവിടെ ഏവീസിൻ്റെ ഇടിയപ്പപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് കുറേശ്ശെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം പാകത്തിനായിരിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഒരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ ഒത്തിരി ലൂസാക്കാതെ കുഴച്ച് എടുക്കുക. ഈ കുഴച്ച മാവ് കൈയും കൊണ്ടാണ് കുഴയ്ക്കുന്നതെങ്കിൽ സ്വല്പം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സ്വല്പം ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പം ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്, ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണ്. അതുപോലെ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്, കാരണം ഇടിയപ്പം നല്ല സോഫ്റ്റ് ആകാൻ നെയ്യോ എണ്ണയോ എന്തേലും ചേർക്കാം. ഇവിടെ ഞാൻ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ ഇടിയപ്പം തേങ്ങ ഇടയ്ക്ക് ലെയറായിട്ട് വെക്കുന്നത് ടേസ്റ്റി ആയിരിക്കും. ഇവിടെ ഞാൻ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഓരോ തട്ടിലും കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പം നമ്മളെ സേവനാഴി എടുത്തിട്ട് അത് ചെറിയ ചില്ലുണ്ടല്ലോ, ചെറിയ ഹോൾസുള്ള ചില്ല് ഇട്ടതിന് ശേഷം ഈ മാവ് സേവനാഴിയുടെ അച്ചിൽ ഫില്ല് ചെയ്യുക. നന്നായിട്ട് കുഴച്ച മാവ് ഫില്ല് ചെയ്തതിന് ശേഷം സേവനാഴി, നിങ്ങൾക്കറിയാമായിരിക്കും ഇത് ഈസി ആയിട്ടുള്ള ഒരു അച്ചാണ്, നമുക്ക് ജസ്റ്റ് കറക്കി എടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സേവനാഴിയുടെ അച്ചാണ്. ഇതിൽ മാവ് ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കറക്കി ഓരോ നമ്മുടെ തട്ടിലും ഇടിയപ്പം പീച്ചി എടുക്കുക. ഓരോ തട്ടിലും പീച്ചതിന് ശേഷം മുകളിൽ കുറച്ച് തേങ്ങയൂടെ വെച്ച് ഇടിയപ്പം, അതായത് ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും തേങ്ങ വെച്ചതിന് ശേഷം ഈ എല്ലാ ഇടിയപ്പവും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പച്ചമ്പുണ്ടല്ലോ അതിൽ ആവി കയറ്റി എടുത്താൽ സൂപ്പർ ഇടിയപ്പം